ഒരു പ്ലാസ്റ്റിക് കള്ളിച്ചെടി പോലും തന്റെ നോട്ടം കൊണ്ട് ഉണക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ആർഥർ. അവന്റെ സഹോദരി ആ പുതിയ ചെടി കൈമാറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇതിനെയെങ്കിലും കൊല്ലരുത് ആർട്ടി, ഇവൻ എന്തിനേയും അതിജീവിക്കുന്നവനാണ്. തുടക്കത്തിൽ ആർത്തർ ആ സ്പൈഡർ ചെടിയെ വീടിന്റെ ഒരു ഇരുണ്ട മൂലയിൽ വെച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പച്ചപ്പ് മാറി ഇലകൾ വിളറി വെളുക്കാൻ തുടങ്ങി. പിന്നെ അവൻ അതിനെ ബാൽക്കണിയിലെ കത്തുന്ന വെയിലത്തേക്ക് മാറ്റി. അവിടെ വെച്ച് വെയിലിന്റെ ചൂടേറ്റ് ഇലകളുടെ അറ്റമെല്ലാം കരിഞ്ഞു ചുരുണ്ടുപോയി. ഒടുവിൽ അവൻ ആ സത്യം മനസ്സിലാക്കി. നേരിട്ട് വെയിലടിക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള ജനാലയ്ക്കരികിൽ അവനതിനെ വെച്ചു. ചെടി പതുക്കെ ശ്വാസം വിട്ടു. പക്ഷേ സ്നേഹം കൂടിയ ആർഥർ എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിച്ചു. ചട്ടിയിലെ മണ്ണ് ഒരു കുളമായി മാറി. ചെടിയുടെ ചുവട്ടിൽ നിന്ന് ചീഞ്ഞ മണം വരാൻ തുടങ്ങി. അവൻ തന്റെ രീതി മാറ്റി. മണ്ണിന്റെ മുകൾ ഭാഗം ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അടുത്ത തവണ വെള്ളമൊഴിച്ചു. ചട്ടിയിലെ അധികമുള്ള വെള്ളം വാർന്നു പോകുന്നുണ്ടെന്നും അവൻ ഉറപ്പാക്കി. വസന്തകാലമായപ്പോഴേക്കും ആ ചെടിയിൽ നിന്ന് നീളമുള്ള തണ്ടുകൾ പുറത്തേക്ക് വന്നു. അതിൽ ചെറിയ വെളുത്ത പൂക്കളും മനോഹരമായ കുഞ്ഞു സ്പൈഡർ പ്ലാന്റുകളും വിരിഞ്ഞു. ആ കുഞ്ഞുങ്ങളെ മുറിച്ചെടുത്ത് പുതിയ കുപ്പികളിൽ നട്ടുവളർത്തുമ്പോൾ ആർഥർ തിരിച്ചറിഞ്ഞു, താനിപ്പോൾ ഒരു ചെടി കൊലപാതകിയല്ല, പുതിയ ജീവൻ നൽകുന്ന ഒരു പരിപാലകനാണ്.